KFC ചിക്കൻ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഞങ്ങൾ ചിക്കൻ എത്ര ഉണ്ടോ അത്ര അതിനനുസരിച്ചിടണം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പൊടിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനെ. ആ പൊടിയൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡിലാവുന്ന മാതിരി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഏകദേശം മാവെല്ലാം എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. അതിനുശേഷം 2 കോഴിമുട്ട ഉടച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോഴിമുട്ടയൊക്കെ ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത മാതിരി തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്താവുന്ന മാതിരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട എല്ലാ സ്ഥലത്തും ആവുന്ന മാതിരി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇതിൽ വെള്ളമോ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ എല്ലാ സൈഡിലും പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലിട്ട് വെക്കാം. ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇതിപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോരോ ചിക്കൻ എടുത്തിട്ട് മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഓട്സ് ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഓട്സ് ആവുന്ന മാതിരി ഒന്ന് എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ സമയം നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടാവാൻ വെക്കണം കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ ചിക്കൻ പീസ് അതിലിട്ട് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമ്മളൊരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുള്ള അപ്പോൾ അതാ മറ്റേ സൈഡും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂടി പോകരുത് കേട്ടോ. കൂടിപ്പോയി നമ്മൾ ചിക്കൻ്റെ മേലെ ഭാഗം മാത്രം കരിഞ്ഞു പോകും, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഉണ്ടോ? നല്ല മേലെ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതൊരു കഷ്ണം എടുത്ത് മയോണൈസും കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.